വർഷത്തേക്കുള്ള സർക്കാരിനെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് വരും മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. 96,88,00,000 പേർ ഇത്തവണ വോട്ട് ചെയ്യാനായി ഉണ്ടാകുമെന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളുള്ളത്. അവർ ആരെയാകും പിന്തുണയ്ക്കുക, അധികാരത്തിലെത്തിക്കുക? ഇനിയുള്ള ഓരോ ദിവസങ്ങളിലെയും വൈകുന്നേരങ്ങളിൽ അതത് ദിവസത്തെ എല്ലാ രാഷ്ട്രീയ ചലനങ്ങളും സമഗ്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും റിപ്പോർട്ടർ TV. സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ കവറേജ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ കേരളത്തിൽ സജീവമായി കഴിഞ്ഞു മുന്നണികൾ. ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു പാർട്ടികൾ. ശശി തരൂരും സുരേഷ് ഗോപിയും TN പ്രതാപനും VS സുനിൽകുമാറുമെല്ലാം തെരുവോരങ്ങളിലെ ചുവരുകളിൽ പോലും ഇടം പിടിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിലൂന്നി LDF പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ മുഖ്യപ്രതിപക്ഷമായ UDF സർക്കാരിനെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാകട്ടെ അക്കൗണ്ട് തുറക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലുമാണ്. പ്രചരണത്തിന് കൊഴുപ്പേകാനും നയങ്ങൾ വിശദീകരിക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മൂന്നാമത്തെ കേരള യാത്രയ്ക്ക് ഇന്ന് കാസർകോട്ട് തുടക്കമായി. K. സുധാകരനും VD സതീശനും നയിക്കുന്ന സമരാഗ്നി ഒരേ സമയം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരാണ്. ഹേമന്ത് സോറൻ ജയിലിലാണ്. അരവിന്ദ് കേജ്രിവാളിനെ എന്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിമാർക്കെതിരായ എല്ലാവർക്കും അന്വേഷണമാണ്. എന്നാൽ സുഖമായി കടന്നുറങ്ങുന്ന, കേന്ദ്രത്തിലെ പേടിക്കാതെ സുഖമായി കടന്നുറങ്ങുന്ന ഏക NDA എതിരെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. അത് എന്തുകൊണ്ടാണ്? വലിയ പ്രചരണം നടത്തും, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഭീഷണിപ്പെടുത്താൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു, വലിക്കാൻ പോകുന്നു. പക്ഷെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇത് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയും ഒത്തുകളി മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ പ്രതിയായ എത്ര കേസുകൾ, ആകേണ്ടുന്ന എത്ര കേസുകൾ, പക്ഷേ പ്രതിയായില്ല. എന്തുകൊണ്ടെന്നറിയാമോ? BJPയും പിണറായി വിജയനും ഉണ്ടാക്കിയ അന്തർധാര. അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന്റെ സർക്കാർ BJPയെ സഹായിക്കുന്നു, BJP പിണറായി വിജയനെ സഹായിക്കുന്നു. SNC ലാവലിൻ കേസ് വർഷം എത്രയായി? 38 തവണ മാറ്റിവെച്ച് BJPക്കാരന്റെ ഔദാര്യം കൊണ്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. സമരാഗ്നി വേദിയിൽ അർജുൻ കല്യാട് തുടരുകയാണ്. അതെ, അഗ്നി കാസർഗോഡ് ജ്വലിച്ചോ എന്ന് നമുക്ക് നോക്കാം. അർജുൻ, എങ്ങനെ ഒരുപക്ഷെ ആയിരങ്ങൾ സ്വാഭാവികമായും KPCC നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ ഉദ്ഘാടനത്തിന് ആയിരങ്ങൾ തടിച്ചുകൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എത്ര കണ്ട് ആവേശകരമായിരുന്നു സമരാഗ്നിയുടെ തുടക്കം? നികേഷ് കുമാർ, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും സമരാഗ്നി കാസർഗോഡ് നിന്നും ജ്വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആവേശകരമായിട്ടുള്ള ഒരു സമരാഗ്നി തന്നെയാണ് കാസർഗോഡ് നിന്നും ജ്വലിച്ചു തുടങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുമില്ല. കാരണം ആയിരക്കണക്കിനായിട്ടുള്ള സമീപകാലങ്ങളിലെ കോൺഗ്രസിൻ്റെ ഒരു സമര പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനകീയ മുന്നേറ്റം ആയിക്കോട്ടെ, അതിലെല്ലാം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ജനപങ്കാളിത്തം കാസർഗോഡ് നിന്നും തുടങ്ങിയിട്ടുള്ള ഈ സമരാഗ്നിയിൽ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ഏകദേശം 10,000-കണക്കിന് ജനങ്ങൾ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്തു, കാസർഗോഡ് ഈ പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തു. കൃത്യമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായ എണ്ണിയുള്ള മറുപടികളും അത്തരത്തിലുള്ള വിമർശനങ്ങളും തന്നെയായിരുന്നു സംസാരിച്ചിട്ടുള്ള എല്ലാ നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരേ സമയം കേന്ദ്രത്തെ വിമർശിക്കുകയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വിമർശനവും ഈ സമരത്തിൻ്റെ ഭാഗമായി സംസാരിച്ചിട്ടുള്ള KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ദീപാദാസ് മുൻഷിയും തുടങ്ങിയിട്ടുള്ള സമരത്തിൻ്റെ നായകന്മാരായിട്ടുള്ള VD സതീശനും K. സുധാകരനും തുടങ്ങി എല്ലാ നേതാക്കളും അത്തരത്തിലുള്ള വിമർശനമാണ് നടത്തിയത്. BJP CPM ഒത്തുകളി എന്നുള്ള ആരോപണമാണ് അല്ലേ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് പ്രത്യുപകാരമെന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചും അതേ രീതിയിലുള്ള സമീപനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും
ഉണ്ടാവുന്നത് എന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഈ സമരാഗ്നിയുടെ സമരവേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടക്കം കാസർഗോഡ് നിന്ന് കുറിച്ചിരിക്കുന്നു. വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച് സംസാരിച്ചിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായ രീതിയിൽ അടുത്ത സ്ഥാനാർത്ഥി താനായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ വേദിയിലെ പ്രസംഗത്തിൽ നിന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ചേർത്തതെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് പോലും കാസർഗോഡേക്ക് മാറ്റിച്ചേർത്തിട്ടുണ്ട്. അതായത് കാസർഗോഡിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കുടുംബമായി തന്നെ എത്തുന്നു. താൻ ഈ മണ്ഡലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് കാസർഗോഡ് ജ്വലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുകയാണ് സമരാഗ്നിയുടെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നേതാക്കൾ എല്ലാവരും കാസർഗോട്ടേക്ക് എത്തുന്നു. തുടക്കം ഉജ്ജ്വലമാണ്. ഇനി അങ്ങോട്ട് ഇതേ ഗാംഭീര്യത്തോടെ മുന്നേറാൻ 20 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകാൻ സമരാഗ്നിക്ക് കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ കൂടുതൽ സ്ഥാനാർത്ഥി പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി LDF യോഗം നാളെ ചേരും. സീറ്റ് വിഭജനം ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനത്തിലേക്ക് കടക്കുകയാകും നാളെ LDF. ഇന്ന് ചേർന്ന CPI എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്തിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിജ്ഞാപനം വന്ന ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. നമുക്കൊപ്പം ആർ ശ്രീജിത്ത് തയ്യാറാണ്. സർ ശ്രീജിത്ത്, ഏറ്റവും പ്രധാനം നാളെ LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെയും സ്വാഭാവികമായിട്ടും ഇന്ന് CPIക്ക് സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു അനൗചിത്യം ഒരുപക്ഷെ അവർ പരിശോധിച്ചിരിക്കാം. ഏതായാലും നാളെ 4 സീറ്റുകൾ എന്ന നിലയിലേക്ക് വന്നാൽ CPIക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകും. അതിനപ്പുറത്തേക്ക് ഉടനെ തന്നെ CPMൻ്റെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരുന്നു. അതിൽ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് കരുതാമോ? നികേഷ്, നാളെ നടക്കുന്ന LDF യോഗത്തിലെ സീറ്റ് വിഭജനം ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി മാത്രമേ ഉള്ളൂ. മുന്നണിയിലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തി നേരത്തെ തന്നെ മുന്നണി നേതൃത്വം സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 6-ാം തീയതി ഈ മാസം 6-ന് തന്നെ ആ വിവരം പുറത്തുവിട്ടതാണ്. 15 സീറ്റിൽ CPM മത്സരിക്കും, 4 സീറ്റിൽ CPI മത്സരിക്കും, 1 സീറ്റിൽ കേരള കോൺഗ്രസ് M കോട്ടയത്ത് നൽകും. UDF-ൽ ഇരിക്കെ അവർ മത്സരിച്ച സീറ്റ് എന്ന നിലയിലാണ് കോട്ടയം സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തിയാണ് നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന LDF യോഗത്തിൻ്റെ ഉള്ളൂ. അതിനുശേഷമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. എന്നാൽ നികേഷ് സൂചിപ്പിച്ചതുപോലെ CPIക്ക് ഇത്തരമൊരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന ഒരു അനൗചിത്യം ഉണ്ടാകാം. അതല്ല, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നാൽ മതി എന്ന ആലോചനയുണ്ടാകാം. ഈ കാരണങ്ങളാലാണ് ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഈ വിഷയത്തിലേക്ക് കടക്കാതിരുന്നത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു മുഖ്യ അജണ്ടയായി ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകളും നടന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ മൊത്തം പാർട്ടി പരിപാടികൾ നിർത്തിവെച്ച് എല്ലാ പ്രവർത്തനവും തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത് ആ മേഖലയിലേക്ക് സ്പർശിക്കാതെ യോഗം അവസാനിച്ചു. നാളെ CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ തുടങ്ങുകയാണ്. നാളെയും മറ്റന്നാളുമുണ്ട്. CPMൻ്റെ നേതൃയോഗങ്ങൾ സെക്രട്ടേറിയറ്റ് നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അപ്പോൾ നാളത്തെ LDFൻ്റെ സീറ്റ് വിഭജനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മറ്റ് ചർച്ചകൾ നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഒരുപക്ഷെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ, സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം. ഇനി വളരെ വേഗത്തിലായി. ഇനി അടുത്ത ആഴ്ചയാവുമ്പോഴേക്കും നമുക്ക് സ്ഥാനാർത്ഥികളുടെ പേരിലേക്ക് തന്നെ കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. UDF സീറ്റ് വിഭജന ചർച്ചകളും അന്തിമഘട്ടത്തിലാണ്. 3-ാം സീറ്റ് ആവശ്യമുന്നയിച്ച ലീഗ് നേതൃത്വം നിലപാട് മയപ്പെടുത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 14-ന് ചേരുന്ന UDF യോഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിവേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് UDF തീരുമാനം. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയത്. വയനാട്, കണ്ണൂർ മണ്ഡലങ്ങളിലാണ് ലീഗിന്റെ കണ്ണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. സീറ്റ് കിട്ടില്ലെന്ന് വ്യക്തമായതോടെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ലീഗ്. സീറ്റ് വിഭജനം കീറാമുട്ടിയായതോടെ ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി. ലീഗ് വഴങ്ങിയില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടും. രാഷ്ട്രീയ സാഹചര്യം ലീഗിന് ബോധ്യപ്പെടുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത്. 14-ന് ചേർന്ന UDF ഏകോപന സമിതി സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 16 സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കോട്ടയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകും. കൊല്ലം മാറ്റമില്ലാതെ ഈ തവണയും RSPക്ക് തന്നെ.
സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിനു മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും കടന്നു. സിറ്റിംഗ് എംപിമാരോട് മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ 13 സീറ്റുകളിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. മത്സരത്തിൽ നിന്നും മാറി നിൽക്കാൻ KPCC അധ്യക്ഷൻ K സുധാകരന് മാത്രമാണ് അനുമതി ലഭിച്ചത്. ഇതോടെ വയനാട് ഒഴിച്ചു നിർത്തി കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് ശ്രമം. പതിവ് പോലെ സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം. ഈ തവണ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്കും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാം. ഓരോ മണ്ഡലത്തിലും വിജയസാധ്യതയുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കാനാണ് AICC സ്ക്രീനിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. 15-ന് ദില്ലിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. 2020 ലക്ഷ്യമിട്ടാണ് UDF തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരത്തിലാണ് പ്രതീക്ഷ. 2019-ലെ അനുകൂല തരംഗം ആവർത്തിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റോഷിപാൽ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അതെ, റോഷിപാൽ, ഇന്ന് KC വേണുഗോപാൽ കാസർകോട്ട് വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-20 തന്നുകൊണ്ട് കേരളം ഞങ്ങളെ ആശീർവദിക്കുമെന്ന്. എങ്ങനെയായിരിക്കും സീറ്റ് വിഭജനത്തിന്റെ ഒരു ഫോർമുല? വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ 2 സീറ്റുകളിൽ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായോ? കണ്ണൂരും ആലപ്പുഴയും. സുജയ, സീറ്റ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയായില്ലെങ്കിലും LDFന് സമാനമായി തന്നെ ഏതാണ്ട് ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാവുകയും 3-ാം സീറ്റ് ആവശ്യം നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ഏതാണ്ട് 16 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തു. അവിടങ്ങളിൽ 3 സീറ്റ് ഒഴിച്ച് മറ്റിടങ്ങളിൽ കൃത്യമായി അവിടെ സ്ഥാനാർത്ഥികളാകുന്ന സിറ്റിംഗ് എംപിമാർ അവരുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇനി കണ്ണൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആരാകും സ്ഥാനാർത്ഥി? അതിനൊപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ അന്തിമമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ പൂർണ്ണമായ അതിൻ്റെ ചുമതല AICCക്ക് മാത്രമാണ്. അതിൽ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ കണ്ണൂരും ആലപ്പുഴയിലും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കണ്ണൂർ നിലനിർത്തണം. KPCC അധ്യക്ഷൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അത് നഷ്ടമായാൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി കൂടിയാകും. മറ്റൊന്ന് ആലപ്പുഴയാണ്. അത് പിടിച്ചെടുക്കണം. ഈ 2 ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ തിരയുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കൊപ്പം ഒരു ഉപസമിതി കൂടി തൃശ്ശൂരിൽ ചേർന്ന യോഗം ഉണ്ടാക്കിയിരുന്നു. അത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും UDF കൺവീനറും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളതാണ്. ആ കമ്മിറ്റി പ്രാഥമികമായി യോഗം ചേർന്ന് ചില കൂടിയാലോചനകൾ നടത്തി. ചില പേരുകൾ അവർ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. സമരാഗ്നിക്കിടയിൽ ഏതാണ്ട് 29-നാണ് സമരാഗ്നി സമാപിക്കുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തും. ഹാരിഷ് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതി ഈ സമരാഗ്നിക്കിടയിൽ അവിടെ എത്തി നേതാക്കളുമായി കൂടിയാലോചന നടത്തി അവിടെ യോഗം ചേർന്ന് ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി അത് ഹൈക്കമാൻഡിന് സമർപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. വൈകാതെ തന്നെ ഏതാണ്ട് ഫെബ്രുവരി 2-ാം വാരത്തോടെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഓക്കെ, R. റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ റിപ്പോർട്ടറിന്റെ ഇലക്ഷൻ ബ്രേക്കിംഗ് കൃത്യമായ ഒരു സീറ്റ് വിഭജനത്തിലേക്ക് UDF എത്തിക്കഴിഞ്ഞിരിക്കുന്നു സർ. അതിൽ 2 സീറ്റ് മാത്രം തീരുമാനിച്ചാൽ മതി. തീർച്ചയായും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. കേരളത്തിലെ ഇടതു മുന്നണി സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടന്നുവെങ്കിലും ചില സീറ്റുകളിൽ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇനിയും ചിത്രം അവ്യക്തമാണ്. CPM മത്സരിക്കുന്ന എറണാകുളം, മലപ്പുറം, പൊന്നാനി, CPI മത്സരിക്കുന്ന തിരുവനന്തപുരം, വയനാട് സീറ്റുകളിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫിന് വീണ്ടും സീറ്റ് നൽകുന്നതിൽ ജില്ലാ നേതൃത്വം 2 തട്ടിലാണ്. തൃശൂർ, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് വരാനായിട്ടുണ്ട്. ഏറ്റവും സുശക്തമായ സംഘടനാ സംവിധാനവും ആൾബലവുമുള്ള മുന്നണിയും പാർട്ടിയുമൊക്കെ ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചയ്ക്ക് അനക്കം വെച്ച് അനുയോജ്യരായവരില്ലെന്ന കാര്യം വ്യക്തമാകുന്നത് എറണാകുളം സീറ്റ് തന്നെ മികച്ച ഉദാഹരണം. മണ്ഡലത്തിൽ എല്ലായിടത്തും നല്ല സ്വാധീനമുള്ള പാർട്ടിയാണെങ്കിലും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആളുകളെ കണ്ടെത്താൻ ഇതുവരെ CPIM-നായിട്ടില്ല. പാർട്ടി നേതാക്കളെ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണോ അതോ 2014 പോലെ പൊതുസ്വതന്ത്രനെ അവതരിപ്പിക്കണോ? നേതൃത്വം ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. സ്ഥാനാർത്ഥിയുടെ സാമുദായിക പരിഗണനയുടെ കാര്യത്തിലുമുണ്ട് ഈ ആശയക്കുഴപ്പം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ജോസഫിനെ ഇറക്കി പരീക്ഷിച്ച് കൈപൊള്ളിയതുകൊണ്ടാണ് വേണോ വേണ്ടയോ എന്ന ചാഞ്ചാട്ട നിലപാടിന് കാരണം. ലത്തീൻ കത്തോലിക്ക ഒഴികെയുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥി മതിയെന്ന അഭിപ്രായവും ശക്തമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവചനം പോലെ മതമേതായാലും നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരും എറണാകുളത്തെ CPIM-ലുണ്ട്. മലപ്പുറം മണ്ഡലത്തിലുമുണ്ട് പാർട്ടി സ്ഥാനാർത്ഥി വേണമെന്ന കൺഫ്യൂഷൻ. സമസ്ത ലീഗ് ഭിന്നതയിൽ കണ്ണറിഞ്ഞാണ് സമസ്തയ്ക്ക് കൂടി സ്വീകാരനായ പൊതുസമ്മതനെ തേടുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധരുമായിട്ടുള്ള ആശയവിനിമയം തകൃതിയായി നടക്കുന്നുണ്ട്. പൊന്നാനിയിലേക്ക് വന്നാൽ ആരെ മത്സരിപ്പിക്കുമെന്നതാണ് പ്രശ്നം. മന്ത്രി V. അബ്ദുറഹ്മാൻ, ഡോക്ടർ KT ജലീൽ എന്നിവരുടെ പേരുകളാണ് പൊന്നാനിയിൽ പറഞ്ഞു കേട്ടിരുന്നത്.
രണ്ടുപേരും മത്സരസന്നദ്ധരല്ല എന്നതാണ് പ്രശ്നം. പകരമാര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാണ് നേതാക്കളുടെ പരക്കം പാച്ചിൽ. CPIM-ൽ മാത്രമല്ല ഈ കുഴപ്പങ്ങൾ CPI സീറ്റുകളിലുമുണ്ട്. തിരുവനന്തപുരം സീറ്റിലാണ് CPI പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാതെ വിഷമിക്കുന്നത്. വിശ്വപൗരനായ ശശി തരൂരിനോട് എതിരിടാൻ തലപ്പൊക്കമുള്ള ആളുതന്നെ വേണം. ആനി രാജ, ബിനോയ് വിശ്വം, പന്നിൻ രവീന്ദ്രൻ എന്നിങ്ങനെ പേരുകൾ പലത് കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. എങ്കിലും നേതൃത്വം ആത്മവിശ്വാസത്തിലാണ്. 25,000 പാർട്ടി മെമ്പർഷിപ്പും കേരളത്തിൽ 1.25 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പുള്ള പാർട്ടിക്ക് ആളില്ലാഞ്ഞിട്ടാണോ? ഇഷ്ടം പോലെ ഏത് നിലവാരത്തിലുമുള്ള ആളുകൾ, ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ, ഏത് സമര പാരമ്പര്യമുള്ള ആളുകൾ ഉള്ളൊരു പാർട്ടിക്ക് അതിനൊന്നും ഒരു പ്രയാസമില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് സീറ്റിലും CPI സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നുണ്ട്. നേരത്തെ മത്സരിച്ച സത്യൻ മൊകേരി, PP സുനീർ തുടങ്ങിയ പേരുകൾ കിടന്ന് കറങ്ങുകയാണ് നേതൃത്വം. ആനി രാജയുടെ പേരും സജീവമാണെങ്കിലും അവരും സമ്മതം മൂളിയതായി റിപ്പോർട്ടില്ല. സംസ്ഥാനത്തെ ഏക ഇടത് സീറ്റായ ആലപ്പുഴയിൽ AM ആരിഫിന് വീണ്ടും സീറ്റ് നൽകുന്നതിൽ ജില്ലയിലെ CPIM-ൽ അഭിപ്രായ ഐക്യമില്ല. ആരിഫിനേക്കാൾ നല്ലത് ഡോക്ടർ TM തോമസ് ഐസക് എന്നാണ് ജില്ലാ നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഏക സിറ്റിംഗ് MPയെ എന്ത് കാരണം പറഞ്ഞു മാറ്റും? റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത്. കൺഫ്യൂഷൻ പെട്ടെന്ന് തീർക്കാൻ നേതൃയോഗങ്ങളിലേക്ക്, അത് ജില്ലാ തലങ്ങളിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, അങ്ങനെ കൃത്യമായ മുന്നൊരുക്കത്തിലേക്ക്, തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് പാർട്ടിയും മുന്നണിയും കടക്കുകയല്ലേ? തീർച്ചയായും സുജയ, ഗുഡ് ഈവനിങ്. നാളെ മുതൽ നടക്കുന്ന CPM-ന്റെ നേതൃയോഗങ്ങളിൽ ഇത്തരത്തിലൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ ആരംഭിക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാവും കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. നാളെ CPM-ന്റെ സെക്രട്ടേറിയറ്റിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പൊതു മാർഗ്ഗനിർദ്ദേശങ്ങൾ, കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ച മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ച ആരംഭിക്കും. അതോടൊപ്പം LDF-ലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുവരെ നടന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനർ EP ജയരാജനും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന LDF യോഗത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞാൽ CPM അവരുടെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകും. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചാൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിൽ ഒരു ചർച്ച നടത്തുന്ന പതിവ് CPIM-നുണ്ട്. ആ നിർദ്ദേശം അവിടുത്തെ ചർച്ചയിലായിരിക്കും കൂടുതൽ ഇത്തരത്തിൽ ആശയക്കുഴപ്പമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ കടന്നു വരാൻ പോകുന്നത്. എന്നാൽ എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു സേ ഉണ്ട്. കാരണം അവർ കൂടി പങ്കെടുക്കുന്ന ചില പരീക്ഷണ പദ്ധതികളാണ് എറണാകുളത്ത്, മലപ്പുറത്ത് ഒക്കെ തന്നെ ഉള്ളത്. എന്തായാലും പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിലും ഇത്തരം സ്വഭാവത്തിലുള്ള ചില പരിഗണനകൾ നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അത്തരം ചർച്ചകളും നടക്കും. മറ്റന്നാൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ആരംഭിക്കുകയാണ്. എന്തായാലും ഈ കമ്മിറ്റികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ചർച്ചകൾ തുടങ്ങി വെക്കുന്നു. ഇന്ന് MV ഗോവിന്ദൻ വെഞ്ഞാറമൂട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിക്കുന്നു, പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്ന മട്ടിലുള്ള ചില പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. LDF-ന്റെ തീരുമാനം വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. സംസ്ഥാനത്ത് NDA സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമഘട്ടത്തിൽ. 3 സീറ്റ് ഘടകകക്ഷിയായ BDJS-ന് നൽകും. 17 സീറ്റിൽ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ചെയ്യും. തൃശ്ശൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയും ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പത്തനംതിട്ടയിൽ PC ജോർജ്, പാലക്കാട് C കൃഷ്ണകുമാർ, ഇവരാണ് BJP പട്ടികയിൽ ഉറപ്പായവർ. തിരുവനന്തപുരത്തെ സർപ്രൈസ് സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആകുമെന്നും ഡൽഹി ചർച്ചകൾ വ്യക്തമാക്കുന്നു. 4 വനിതകളെ കളത്തിലിറക്കി വനിതാ സംവരണം ഉറപ്പാക്കും. ശോഭാ സുരേന്ദ്രന് പുറമെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, BJP സംസ്ഥാന ഉപാധ്യക്ഷ പ്രമീള ദേവി, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. കോഴിക്കോടിനായി ശോഭാ സുരേന്ദ്രനും MT രമേശും രംഗത്തുണ്ട്. വയനാട്ടിലേക്കും ശോഭയെ പരിഗണിക്കുന്നു. ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടിയും വയനാട്ടിലെ പട്ടികയിലുണ്ട്. കാസർകോട് PK കൃഷ്ണദാസിനൊപ്പം രവീശ് തന്ത്രികുണ്ടാറും വടകരയിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണനും പരിഗണിക്കപ്പെടുന്നുണ്ട്. ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയെ എറണാകുളത്ത് പരിഗണിക്കും. കോട്ടയം, ഇടുക്കി, ചാലക്കുടി സീറ്റുകൾ BDJS-ന് നൽകും. ഇടുക്കിയിൽ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് മത്സരിച്ചേക്കും. ആദ്യഘട്ട പട്ടിക ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങും. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. VS രഞ്ജിത്ത്, കുറെ പേരുകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അന്തിമ രൂപമായിട്ടില്ല എന്ന് പാർട്ടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. PC ജോർജ് അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിലേക്ക് പത്തനംതിട്ട എത്തുകയാണോ?
തീർച്ചയായിട്ടും ആദ്യഘട്ട പട്ടിക അതിൻ്റെ സർപ്രൈസൊക്കെ ഒഴിവാക്കി ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ 100 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 8 മണ്ഡലങ്ങളെങ്കിലും കേരളത്തിൽ നിന്നുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നതും. നമുക്ക് ഏകദേശം വ്യക്തതയുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി, അതുപോലെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ, അതിൽ മറ്റൊന്നുള്ളത് പാലക്കാട് സി കൃഷ്ണകുമാറാണ്. വേറൊന്നും നമുക്ക് ഉറപ്പായിട്ടുള്ളത് ഇപ്പോൾ പത്തനംതിട്ട സീറ്റാണ്. കാരണം ഈ ലയനവുമായി ബന്ധപ്പെട്ട് ജനപക്ഷത്തിൻ്റെ ലയനവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജ് ആയിരിക്കും. സംസ്ഥാന നേതൃത്വം കുമ്മനത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ പി സി ജോർജ് എന്ന പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരമായിരുന്നു നേരത്തെയൊക്കെ BJP ഉറച്ച സീറ്റായി പറഞ്ഞിരുന്നത്. ആ തിരുവനന്തപുരത്ത് ഇതുവരെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. അതിലൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി ദേശീയ നേതൃത്വം കൊണ്ടുവരും എന്ന് പറയുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ മുന്നണികളുമായുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. അതിൽ കഴിഞ്ഞ തവണ 4 സീറ്റിൽ മത്സരിച്ചുവെങ്കിലും ഇത്തവണ BDJSന് 3 സീറ്റുകൾ കൊടുക്കാനാണ് ധാരണ. കോട്ടയവും ഇടുക്കിയും ചാലക്കുടിയും കൊടുക്കും. ചാലക്കുടി വേണ്ടായെങ്കിൽ ആലപ്പുഴ ആയിരിക്കും കൊടുക്കുക. അതിൽ 3 സീറ്റുകൾ കൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. ഇടുക്കിയാണ് SNDPക്ക് ഏറ്റവും കൂടുതൽ യൂണിറ്റുകളുള്ള, അല്ലെങ്കിൽ SNDPക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ല. അതുകൊണ്ട് ഇടുക്കി മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിലുമുള്ള സ്ഥാനാർത്ഥി സാധ്യതകളുണ്ട്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്ത്രീ സംവരണം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ 4 സ്ത്രീകളെ മത്സരിപ്പിച്ചുകൊണ്ട് സ്ത്രീ സംവരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നും BJP ഉദ്ദേശിക്കുന്നു. അതിൽ ശോഭാ സുരേന്ദ്രന് പുറമെ നിവേദിത സുബ്രഹ്മണ്യൻ, നവ്യ ഹരിദാസ്, പ്രമീള ദേവി തുടങ്ങിയ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ പേര് നേരത്തെ പറഞ്ഞു. കാസർഗോഡ് PK കൃഷ്ണദാസിനൊപ്പം രവീശ് തന്ത്രി ഗുണ്ടാറുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. വടകരയിൽ പ്രഫുൽ കൃഷ്ണനായിരിക്കും. കോഴിക്കോട് ശോഭാ സുരേന്ദ്രന്റെയും MT രമേശിന്റെയും പേര് പറഞ്ഞു കേൾക്കുന്നു. വയനാട്ടിലാണ് അബ്ദുള്ള കുട്ടിയുടെയും ശോഭാ സുരേന്ദ്രന്റെയും 2 പേരുകൾ മാത്രമാണുള്ളത്. അതായത് BJPയും വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കുന്നു എന്നാണ് VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ദേശീയ രാഷ്ട്രീയം പറഞ്ഞോളൂ. ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവ ബഹുലമായ ദിവസമായിരുന്നു ഇന്ന്. ഭാരതരത്ന പ്രഖ്യാപനം, RLDയുടെ NDA പ്രവേശനം, ഇതൊക്കെയാണ് രാഷ്ട്രീയ ചർച്ചയായി ദേശീയ തലത്തിൽ മാറിയത്. പാർലമെന്റിൽ ധവളപത്ര ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ UPA സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടു. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് കോൺഗ്രസ് സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം നൽകിയെന്നാണ് നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തിയത്. ധവളപത്രത്തിനെതിരെ NK പ്രേമചന്ദ്രൻ MP ബദൽ പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചു. നമുക്ക് ഇനി ധവളപത്രത്തിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു സർ. കേന്ദ്രത്തിന്റെ ധവളപത്രം 59 പേജുള്ള ധവളപത്രം UPA NDA സർക്കാരുകളുടെ താരതമ്യമാണ്. സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കി, സാമ്പത്തിക വളർച്ച മുരടിപ്പിച്ചു, കുടിശ്ശിക 1.93 ലക്ഷം കോടി രൂപ, വിദേശ നാണയ പ്രതിസന്ധി, പണപ്പെരുപ്പം ഇരട്ടക്കത്തിൽ, നയപരമായ തളർച്ച, ദീർഘവീക്ഷണ പദ്ധതികളില്ല എന്നിവയാണ് കേന്ദ്രത്തിന്റെ ധവളപത്രം. നമുക്ക് ഇനി ഈ ധവളപത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങൾക്കപ്പുറം UPA കാലത്തെ അഴിമതിയെക്കുറിച്ചുകൂടി ഈ ധവളപത്രം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലേക്ക് വന്നാൽ UPA കാലത്ത് ഏതൊക്കെ അഴിമതികളാണ് നടന്നത്, 10 വർഷക്കാലത്തെ അഴിമതികളുടെ ഒരു കൃത്യമായ ഒരു കണക്ക് വെക്കാനും കൂടി നോക്കുന്നു ധവളപത്രത്തിൽ. 2014 കൽക്കരി കുംഭകോണമാണ് അതിൽ ആദ്യത്തേത്. കൽക്കരി കുംഭകോണം മുതലുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നു. 2G സ്പെക്ട്രം അഴിമതി, സർക്കാരിനെ താഴെ ഇറക്കുന്നതിലേക്ക് പോലും വഴിയുണ്ടാക്കിയ 2G സ്പെക്ട്രം അഴിമതി, അതുപോലെ തന്നെ കോൾഗേറ്റ് അഴിമതി, ഇതെല്ലാമാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ കോട്ടങ്ങൾ എടുത്തു കാട്ടുന്നതിനൊപ്പം കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ആ നേട്ടങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം, NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായ സാമ്പത്തിക രംഗത്തെ കുതിച്ചുചാട്ടം, അതായത് വിറച്ചുകൊണ്ടിരുന്ന ഒരു സമ്പദ്ഘടനയെ അത് ശക്തിമത്തായ ഒരു സമ്പദ്ഘടനയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമന്റെ അവകാശവാദം പോകുന്നത്. ലോകത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എന്നും നിർമ്മല സീതാരാമൻ പറയുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു ഉണർവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് അവർ ചുരുക്കി പറയുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു സാമ്പത്തിക നയമാണ് ഇപ്പോൾ രാജ്യത്തിനുള്ളത് എന്നതാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. അതിനായി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നതും ഈ ധവളപത്രത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും ഈ കുറ്റപ്പെടുത്തലിനൊപ്പം അടുത്ത പേജുകളിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ചുരുക്കം. വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് അത് സൂചിപ്പിക്കുന്നുണ്ട്. പണപ്പെരുപ്പം 5% താഴെ എത്തിക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ചും അവർ എടുത്തു പറയുകയാണ്. നോക്കൂ സർ, നമ്മൾ ഇതിൻ്റെ കരിം പട്ടികയിലേക്ക്, അല്ലെങ്കിൽ കരിം പത്രിക, ബ്ലാക്ക് പേപ്പർ, അത് വരുമ്പോഴാണ് അതിനുള്ള ഒരു മറുപടിയായി ധവളപത്രം വരുന്നത്. കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പറിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് വരാമെന്ന് തോന്നുന്നു. ഈ ബ്ലാക്ക് പേപ്പർ അവർ തലക്കെട്ടിട്ടത് തന്നെ 10 സാൽ അന്യായകാൽ എന്ന തലക്കെട്ടാണ്. എന്തൊക്കെയാണ് ഈ 10 വർഷത്തിനിടയിൽ സംഭവിച്ചത് എന്നതുകൂടി നോക്കൂ. ഈ 10 വർഷത്തിനിടയിൽ NDA അധികാരത്തിൽ വന്ന 10 വർഷത്തിനിടയിൽ രാജ്യത്ത് സംഭവിച്ചത് എന്താണ്? പ്രധാനപ്പെട്ട
കാര്യം തൊഴിലില്ലായ്മ വർദ്ധിച്ചു. തൊഴിലില്ലായ്മ വർദ്ധിച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള പാർലമെന്റിലെ പുക പ്രതിഷേധം നമ്മൾ കണ്ടിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ഒന്നാമത്തെ കാര്യം തൊഴിലില്ലായ്മ വർദ്ധിച്ചു. രണ്ടാമത്തേത് സർക്കാർ നേട്ടമായി തങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക മേഖലയിൽ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പേപ്പർ പറയുന്നു പണപ്പെരുപ്പം ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിലക്കയറ്റം കൂടി വരുന്നു, അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതും ബ്ലാക്ക് പേപ്പർ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഈ ബ്ലാക്ക് പേപ്പർ അക്കമിട്ട് പറയുകയാണ്. BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം, അതാണ് കേരളം കർണാടകവും ഒക്കെ ദില്ലിയിൽ പോയി സമരം ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞത്. നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് മാത്രമാണ് നികുതി വിഹിതം കൊടുക്കുന്നതിലായാലും ഒക്കെ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനവും കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പറിൽ ഉൾപ്പെടുകയാണ്. പിന്നെ ഫണ്ട് തടഞ്ഞു വെക്കുന്നതിലെ ഗൂഢാലോചനയെക്കുറിച്ചും കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പർ അക്കമിട്ട് പറയുന്നുണ്ട്. ജനാധിപത്യം അപകടാവസ്ഥയിലാണ് എന്ന മുന്നറിയിപ്പും ഈ ബ്ലാക്ക് പേപ്പർ നൽകുന്നു. അനീതിയുടെ കറുത്ത കാലമാണ്, ആ കറുത്ത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നും ഈ ബ്ലാക്ക് പേപ്പർ പറയുകയാണ്. അതോടൊപ്പം തന്നെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് വീഴ്ചകളൊക്കെ നരേന്ദ്രമോദി മറച്ചു പിടിക്കുകയാണ്. അതാണ് ഈ ബ്ലാക്ക് പേപ്പർ പ്രധാനമായും പറയുന്നത്. നികുതി ഇളവ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് നോക്കൂ, വീഴ്ചകൾ മറച്ചുവെക്കുന്നു, സുഹൃത്തുക്കൾക്ക് നികുതി ഇളവ് കൊടുക്കുകയാണ്. വീഴ്ചകളൊന്നും പറയാൻ ആരെയും അനുവദിക്കുന്നില്ല, വായടച്ച് മിണ്ടാതിരിക്കാൻ പറയുന്ന തരത്തിലാണ് തങ്ങളോടുള്ള സമീപനമെന്നും ഈ ബ്ലാക്ക് പേപ്പർ പറഞ്ഞു വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ധവളപത്രവും ബ്ലാക്ക് പേപ്പറും. ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ. ഇന്ത്യ ടുഡേയുടെ പ്രീ പോൾ സർവേ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലം എന്ന സർവേയിൽ NDA തന്നെ അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. കണക്കുകൾ നോക്കാം. NDA 335 സീറ്റുകളിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അതായത് 18 സീറ്റുകൾ 2019 നിന്ന് വ്യത്യസ്തമായി 18 സീറ്റുകൾ NDAക്ക് കുറവാണ് ലഭിക്കുക. ഇന്ത്യ ബ്ലോക്കിന് 166 സീറ്റുകൾ ലഭിക്കുമെന്ന് സീ വോട്ടർ പ്രവചിക്കുന്നു. 75 സീറ്റ് വർദ്ധിക്കുകയാണ് ഇന്ത്യ ബ്ലോക്കിന് ചെയ്യുന്നത്. അതായത് 335 സീറ്റുകൾ NDAക്ക് കിട്ടുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നത് 166 സീറ്റുകൾ മാത്രം. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ ഏറെ സീറ്റുകൾ 173 എന്ന മാജിക് നമ്പറിൽ ഏറെ ദൂരം NDAക്ക് കടക്കാൻ സാധിക്കുന്നു. കേവല ഭൂരിപക്ഷം മറികടക്കാൻ തുടർച്ചയായ 3ാം തവണയും ഹാട്രിക്കിലൂടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ 42 സീറ്റുകളാണ്, അവർക്ക് 57 സീറ്റ് കുറയുന്നുണ്ട്. നേരത്തെ മറ്റുള്ളവരിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോഴാണ് സ്വാഭാവികമായും മറ്റുള്ളവർക്ക് സീറ്റ് കുറയുന്നത് എന്ന് കാണേണ്ടി വരും. ഈ വോട്ട് ഷെയറിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പോയാൽ എത്രയാണ് 50% എത്തുമെന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഈ സർവേ പറയുന്നതനുസരിച്ച് NDAക്ക് ഇത്തവണ എത്തിപ്പിടിക്കാൻ കഴിയുന്നത് 45% മാത്രമാണ്. ഇന്ത്യ ബ്ലോക്കിനെ നോക്കൂ, ഇന്ത്യ ബ്ലോക്കിന് 38% വരെ എത്താൻ കഴിയും. മറ്റുള്ളവർ എന്ന് പറയുന്നത് 17%. അവരിപ്പോഴും മുന്നണിക്ക് പുറത്തു നിൽക്കുന്നവരാണ്. അവരെ കൂടി ചേർക്കുകയാണെങ്കിൽ ഈ ഫിഗർ വലുതാകും. അതായത് സാധ്യതകൾ അവസാനിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ കൃത്യമായ എഡ്ജ് NDAക്കുണ്ട്. 45% വോട്ടുകൾ അവർക്കൊപ്പമാണ്. 50% കടത്തുമെന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. പാർട്ടികൾക്ക് ഓരോ പാർട്ടിക്കും എത്ര കിട്ടും, കോൺഗ്രസിന് നിലവിലുള്ള ടാലിയിൽ നിന്നും എന്താണ് മാറ്റമുണ്ടാവുക എന്നതുകൂടി വളരെ പെട്ടെന്ന് നോക്കിയാൽ BJPക്ക് 304, വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ്. 304 ഒരു സീറ്റ് കൂടി, അത് കേരളത്തിലാകുമോ? ആകില്ല എന്നാണ് സീ വോട്ടർ സർവേ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് 71 നില മെച്ചപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കും. അതെ, 71 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 55 നിന്നാണ് 71ലേക്ക് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ 20-20 എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ ആശയ്ക്ക് വക നൽകുന്നതാണ് ഈ പെർഫോമൻസ്. കേരളമാണ് സാധ്യതയുള്ള ഒരിടം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. മറ്റുള്ളവർ നോക്കൂ, 168 സീറ്റുകൾ മറ്റുള്ള പാർട്ടികൾക്കെല്ലാം, ചിതറിക്കിടക്കുന്നവർക്കെല്ലാം ലഭിക്കുന്നുണ്ട്. അതിൽ മമതാ ബാനർജി അടക്കമുണ്ട്. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസിന്റെയും BJPയുടെയും മാത്രമാണ് സിംഗിൾ ടാലി, മറ്റു പാർട്ടികൾക്കാണ്. അതല്ലാതെ മമതയുണ്ട്. NDAയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസമല്ല, മറ്റുള്ളവരല്ല. അതെ. അപ്പോൾ BJPയും കോൺഗ്രസും ഒറ്റയ്ക്ക് നേടാൻ പോകുന്ന ഫിഗർ 304-ഉം 71-ഉം. മറ്റെല്ലാവരും NDAക്കൊപ്പമുള്ള അതെല്ലാം ചേർത്ത് 168 എത്തുന്നു. സാറിന്റെ പ്രിയപ്പെട്ട കണക്കിലേക്ക് നമുക്ക് പോകാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതെ, ഇന്ത്യ ടുഡേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: NDA 27 സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ സഖ്യം നേടുന്നത് 76 സീറ്റുകളാണ് എന്നുള്ളതാണ്. ഇന്ത്യക്ക് 27 സീറ്റ്, NDAക്ക് 27 കിട്ടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 76 സീറ്റുകൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് 29 സീറ്റുകൾ. അതായത് 166-ൽ പകുതിയിലധികവും ഇവിടെ നിന്ന്. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് TDP അതിനകത്ത് എടുക്കാം, അതുപോലെ തന്നെ YSR കോൺഗ്രസിനെ എടുക്കാം, BRSനെ എടുക്കാം,
അങ്ങനെ നിരവധി പാർട്ടികൾ ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും NDA സഖ്യത്തിനൊപ്പവും ഇന്ത്യ മുന്നണിക്കൊപ്പവും ഇല്ലാതെ വേറിട്ട് നിൽക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കണക്ക് എന്ന് പറയുന്നത് സാർ നേരത്തെ സൂചിപ്പിച്ച കണക്കാണ്. ഈ സർവേ അനുസരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു സീറ്റ് പോലും NDA നേടില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ ഈ പ്രീപോൾ സർവേ പറയുന്നത്. റൈറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 20 സീറ്റുകളാണ് UDF LDFന് നൽകുന്നത്. അതിൽ തന്നെ 18 സീറ്റുകൾ UDFനും 2 സീറ്റുകൾ മാത്രമാണ് LDFനും നൽകുന്നത് എന്നുള്ളതാണ്. അത് പക്ഷേ 18-2 അതും ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ്. അത് ആ ഒരു ഡിവിഷൻ ഇന്ത്യ ടുഡേ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ എക്സ്ക്ലൂസീവ് സോഴ്സസ് പറയുന്നതനുസരിച്ച് 18-2 അതിൽ നിന്ന് മാറ്റമുണ്ടാകുമോ? ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യാത്രയിൽ നമുക്കൊപ്പം പ്രേക്ഷകരും തുടരട്ടെ. തീർച്ചയായും നമ്മൾ തുടരും. എല്ലാ ദിവസവും പ്രേക്ഷകർക്ക് മുമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായി ഞങ്ങളുണ്ടാകും.